ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആക്ച്വലി എൻ്റെ മുടി മുറിച്ചു ഗൈസ്. മുടി മുറിച്ച് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത്ര ഷോർട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, വോട്ടെവർ ഇറ്റ് ഈസ്, നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ഞാനിങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ലൈവ് കണ്ടപ്പം റാൻഡംലി ആ ലൈവ് കയറിയപ്പം ഒരു അസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടീൻ്റെ ലൈവായിരുന്നു അത്. അപ്പോൾ ആ പ്രൊഫൈലിൽ കാര്യമായിട്ട് ആ കുട്ടീൻ്റെ മദറാ തോന്നുന്നു ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വെറുതെ ഒന്ന് ഞാനൊരു കമൻറ്റ് ചെയ്തു ലൈവിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഈശ് റിയാക്ട് ചെയ്യണം, പ്രൊഫൈലിൻ്റെ അകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന്. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഈ അസ്മി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലിൻ്റെ അകത്ത് വന്ന വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇന്നലെ ഞാൻ ഫസ്മിനയുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാരും ചോദിച്ച് നല്ല മെസ്സേജ് അയപ്പായിരുന്നു, എന്താ പ്രശ്നം, എന്താ. എനിക്കത് അപ്പൊ എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതെന്താന്ന് വെച്ചാ ഈ ഫസ്മിനയുടെ ബോയ്ഫ്രണ്ട്, ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഉപദ്രവിച്ച് തന്നെ. എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലപോലെ ഉപദ്രവിച്ച്. എന്നിട്ട് ഞാൻ എന്റെ ബോഡി ഫുള്ള് ഞാൻ എന്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോൾ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളോട് കേസ് കൊടുത്തു. അപ്പൊ കേസൊന്നും ആയില്ല. അത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹണി. അവള് ശരിക്കും അവള് രാഖി എന്നാണ്. അപ്പൊ ഈ പെണ്ണാണെങ്കിൽ അവള് എന്റെ കൂടെയാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവള് പെട്ടെന്ന് മൊഴി മാറ്റി പറഞ്ഞു. അവള് എല്ലാരോടും പറഞ്ഞതാണ് ഫസ്മിന അടിച്ചത് അവള് കണ്ടതാണ്, അവള് ഉണ്ടായിരുന്ന കൂടെയെന്ന്. അന്ന് അവിടെ ഫസ്മിന, രാഖി, അജു, ഷിബിലി, ഞാനെയും കൂടി 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവനെ തല്ലാനുള്ള കാരണം എന്താ, ഞാൻ ഹസ്ബൻഡോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആവശ്യമില്ല ഷിബിലി എന്ന് പറഞ്ഞു. ഞാൻ അവനെ തല്ലി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റൂമിലോട്ട് നടന്നു പോയപ്പോഴത്തേക്ക് ഇവൻ ബാക്കിൽ നിന്ന് വന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ, നല്ലപോലെ ഉപദ്രവിച്ച്. എന്റെ ദേഹത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി പിടിക്കുകയും ബോഡി ഫുള്ള് നല്ല പാടാക്കി അവൻ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി തന്നെ. എന്നിട്ട് ബാഗൊക്കെ എടുത്ത് തലയിലടിച്ച്, പിന്നെ വയറ്റിലൊക്കെ ചവിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ. വയറ്റിൽ ചവിട്ടിയും കുറെ ഉപദ്രവിച്ചു, ചെയ്യാനായിട്ട് ഒന്നുമില്ല അവൻ. എന്നിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ആയത്. അവനെ വെറുതെ വിട്ട, ഹണി കാരണം അവനെ വെറുതെ വിട്ട. അത്രയ്ക്കും അവളെ വിശ്വസിച്ചു, അവളെ ഉണ്ടായിരുന്നോളൂ അവിടെ സാക്ഷിയായിട്ട്. എന്നിട്ട് അവള് മൊഴി മാറ്റി പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഫസ്മിന പറയണെന്ന് വെച്ചാൽ ഇന്നലെ എന്നെ വിളിച്ച് കുറെ പറഞ്ഞു, എന്തുവാ നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല, അത് ഇത് എന്താ നീ വേറെ ആരെ വോയിസ് കണ്ടെത്തിട്ടിരിക്കണം. ഒരിക്കലും ഇല്ല, എനിക്ക് എന്റെ ഒരു ആവശ്യമില്ല, അത് അവള് തന്നെയാണ്. അവളെ വോയിസ് കേട്ട് എല്ലാവർക്കും അറിയാലോ. എനിക്ക് അത് വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ്. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ നിന്നെ പോലത്തെ ഒരു പെൺകൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധോദയം ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം നാട്ടുകാർ മൊത്തം പറഞ്ഞ്. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഓക്കെ, അപ്പം ഇതായിരുന്നു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് ഫസ്മീന. ആള് ഒരു 5 വീക്ക് പ്രഗ്നന്റ് ആണ് ഫസ്മീന സാക്കിർ. നമ്മുടെ തോന്നി എനിക്ക് ലല്ലുബായിൻ്റെ ഒപ്പമുള്ള സന്തോഷത്തോടെയുള്ള ഒരുപാട് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ തോന്നുന്നു. ഭയങ്കര ഹാപ്പിയാണ് ഫസ്മീന. എന്തുതന്നെ ആവട്ടെ, എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികവും ഫസ്മീനാൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ കാണുന്നത് എന്താ പറയുക, കരയുന്ന വീഡിയോസാണ് അധികവും ആൾ ചെയ്യാറ്. ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് എപ്പോഴും കണ്ണീരും ബേജാറും വെള്ളപ്പൊക്കവും തന്നെയാണ് ഈ കുട്ടിക്ക്, ഈ ഫസ്മീനക്ക്. അപ്പം വളരെ സന്തോഷം. കാരണം കുറച്ച് ഇപ്പം റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരുപാട് റീൽസ് നമ്മുടെ ലല്ലുപ്പി ചുല്ലിപ്പി അവൻ എന്തെങ്കിലും ആട്ടെ, ഓൻ്റെ ഒപ്പമുള്ള വീഡിയോസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇൻഷാ അല്ലാഹ് നല്ലൊരു കുഞ്ഞുവാവ വരട്ടെ ഫസ്മീന സാക്കിറിന്. ബാക്കിയുള്ള ഫാമിലി വ്ളോഗേഴ്സും അല്ലെങ്കിൽ കപ്പിൾസൊക്കെ ചെയ്യുന്നത് പോലെ ഫസ്മീനക്ക് ഒരു പ്രഗ്നൻസി റിവീൽ വീഡിയോ ചെയ്യായിരുന്നില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ല റീച്ച് പോയനെ. ഇപ്പം നിങ്ങൾ ഈ ലല്ലൂപ്പിയും കുല്ലീപ്പിൻ്റെ ഒപ്പം ചെയ്യുന്ന വീഡിയോ, ലല്ലൂപ്പിനെ അവിടെ ഇരുത്തിയിട്ട് ഗായ്സ് എൻ്റെ ലല്ലൂപ്പി എനിക്ക് തന്ന ഗിഫ്റ്റാണ്, ലൈഫ് ലോങ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞ ഒരു പ്രഗ്നൻസി
ടെസ്റ്റ് റിവീലിംഗ് ഒക്കെ നടത്താമായിരുന്നു. അല്ല ഇനി ചിലപ്പോൾ നടത്തുമായിരിക്കും. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഫസ്മീനൊക്കെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ ഫസ്മീന ആളുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനുള്ള ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരു 9 month കഴിഞ്ഞ് ബേബി വന്നതിന് ശേഷം ടൺ ടടാൻ എന്ന് പറഞ്ഞ ബേബീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കാം ഫസ്മീനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ കുട്ടി കേസ് ഫയൽ ചെയ്തത് പക്ഷെ തള്ളിപ്പോയി എന്നുള്ളതാണ്. കാരണം ഒരുമിച്ചുണ്ടായിരുന്ന ആള് മൊഴി മാറ്റി പറഞ്ഞതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും ഒപ്പരമുള്ള ആൾക്ക് നമ്മളെ ഫസ്മീന പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട്. മാഷാല്ലാ ഒരുപാട് പൈസ നമ്മളെ ഫസ്മീന സമ്പാദിക്കുന്നുണ്ട്. പിന്നെ അപ്പം അതിൽ നിന്ന് കുറച്ച് ഷെയർ ഈ പറയുന്ന ഹണി എന്നാണ് അവരെ വിളിക്കുന്നതെന്ന് പറഞ്ഞ രേഖ എന്നോ റിയ എന്നോ എന്താണ് പേര് പറഞ്ഞിട്ടുള്ളത് ആളിൻ്റെ. അപ്പോൾ ആൾക്ക് മൊഴി മാറ്റാൻ പൈസ കൊടുത്തിട്ടുണ്ടാവാം. അത് കഴിഞ്ഞിട്ടുള്ള അതായത് ഇവൻ ഈ ലല്ലൂപ്പി പിന്നെ ഈ കുട്ടീനെ ഈ പെൺകുട്ടീനെ വളരെ പിന്നെ മോശമായിട്ടുള്ള രീതിയിൽ ശാരീരിക ഉപദ്രവങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ കുട്ടി എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക ഒരു റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് കേസ് എടുത്തില്ല, അല്ലെങ്കിൽ ഒരാളുടെ മൊഴീൻ്റെ പുറത്താണോ കേസ് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ആ പെൺകുട്ടി വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ തെളിവടക്കം ഇവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം വെച്ചിട്ട് നിങ്ങൾ ഒരു മൊഴീൻ്റെ പുറത്ത് കേസ് എടുത്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്ത് ചേതോവികാരമാണെന്നുള്ളത്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇനി അവിടെയും പണം എന്നുള്ളൊരു സാധനം വന്നോ എന്നുള്ളതും നമുക്കറിയില്ല. അല്ല കുട്ടി കേസ് കൊടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് ഫ്ലാറ്റ് മാറാനോ അങ്ങനെ എന്തോ നിൽക്കുന്ന സമയത്ത് ഫസ്മീന വാങ്ങിച്ച പച്ചക്കറീൻ്റെയും വാങ്ങിച്ച സാധനങ്ങളുടെ ഒക്കെ കണക്ക് പറയുകയും ഈ കുട്ടി പറയുന്ന കുട്ടി ഫസ്മീനാന്റെ കയ്യിൽ നിന്നും പൈസ കട്ടെടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം ഈ കുട്ടി റോങ് ആയിട്ട് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എനിക്ക് അയച്ചു തരും എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആ ഒരു കോൺവെർസേഷൻ നമ്മുടെ ലല്ലൂപ്പി വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ. വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞതിനാണ് നമ്മുടെ ലല്ലൂപ്പി ഈ പെൺകുട്ടീനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ശാരീരികപരമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ളത്. എടാ നീ അത്രക്കെല്ലാം ഉണ്ടോ നീ ലല്ലൂപ്പി, അത്രക്കെല്ലാം നീ ആയാ? ഒന്നാമത്തെ കാര്യം നമ്മുടെ പോലീസുകാരുടെ നിയമവ്യവസ്ഥേൻ്റെ ഒക്കെ ഒരു ഇതാണല്ലോ. ഇനിയിപ്പോൾ തച്ചു എന്ന് പറഞ്ഞാലും കൊന്നു എന്ന് പറഞ്ഞാലും ഇതിനേക്കൊന്നും പോകാനില്ല. കണക്കിന് കേസിനെല്ലാം പോകുന്നതിനേക്കാളും ബെറ്റർ ആങ്ങളമാരോ പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക മാമന്മാരോ അങ്ങനെ അമ്മാവന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഇവരിപ്പം എവിടെയാണ് താമസിക്കുന്നതെന്ന് നമുക്കറിയാലോ. അപ്പം അവിടെ പോവാ തച്ചോൻ്റെ കണ്ണ് പൊട്ടിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഈ കേസിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പോയി ഒരു ചെരുപ്പ് 2 ചെരുപ്പ് അങ്ങനെ 45 ചെരുപ്പ് തയ്യുന്നത് വരെയും ലല്ലൂപ്പി കുഞ്ഞിനെയും കളിപ്പിച്ചാടിയിരിക്കും. നിങ്ങളിങ്ങനെ കേസിൻ്റെ കൂട്ടത്തിൽ പോകേണ്ടി വരും. അതിനേക്കാളും ബെറ്റർ അതാണ്. തച്ചോൻ്റെ കണ്ണ് പൊട്ടിക്കുക. കാരണം വേദന എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ കുട്ടി എനിക്ക് അയച്ചിരുന്ന ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവരെത്രത്തോളം ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടതിനേക്കാളും കുറേ ഫോട്ടോസ് എനിക്ക് എക്സ്ട്രാ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് മനസ്സിലാവുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ലല്ലൂപ്പി ഈ പെൺകുട്ടിനെ ഉപദ്രവിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തല്ലുക, പിന്നെ തല്ല് കിട്ടണം, മോൻ എന്താ കിട്ടണം, എനിക്ക് എന്താ അടി കിട്ടണം. ഇനിയിപ്പം ഇത് പറഞ്ഞ ലല്ലൂപ്പിനെ പോലീസ് സ്റ്റേഷൻ കയറ്റിയതിൻ്റെ പേരിൽ ഫസ്മീനയുടെ വക ഭീഷണിയൊക്കെ ഉണ്ട് ഈ കുട്ടിക്ക്. നിന്നെ ഞാൻ ബഹ്റിൻ കാണിക്കില്ല, നിന്നെ ഞാൻ ഫ്ലൈറ്റ് കാണിക്കില്ല. ശരി, പിന്നെ എയർപോർട്ടെല്ലാം ഇനി പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ അത്രയും സമ്പാദിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എല്ലാ എയർപോർട്ടുകളും നമ്മുടെ ഫസ്മീനെ വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫസ്മീനെ തീരുമാനിക്കാണ്ട് ലല്ലൂപ്പി തീരുമാനിക്കാണ്ട് ഒരാൾക്കും അവിടെ ഫ്ലൈറ്റ് കയറണം അങ്ങനെയൊക്കെ ആയോ? മാഷാല്ലാ, അങ്ങനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്കിതൊന്നും. കുറച്ചൊരു മാസങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ. വാവോ അടിപൊളി. അങ്ങനെയൊന്നുമില്ല കേട്ടാ. നിന്റെ ലുല്ലൂപ്പിനെ വെറുതെ കയറ്റിയൊന്നുമല്ലോ. ഒരു പെൺകുട്ടീനെ തച്ചോണ്ട് അല്ലെങ്കിൽ മേത്ത് ഉപദ്രവം നടത്തിയതുകൊണ്ട് അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ ഈ കുല്ലൂപ്പി സ്റ്റേഷനിൽ കയറിയത് ഫസ്മീന. ഞാൻ ഈ വെരി റീസെൻ്റ് ആയിട്ട് അധികം ആൾക്കാരുടെ വീഡിയോസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഫസ്മീനാൻ്റെ കുറേ വോയിസുകൾ വരാറുണ്ട്. കുറേ പിന്നെ ഇംഗ്ലീഷിലുള്ള കുറച്ച് വേർഡ്സും നല്ല കുറച്ച് വേർഡ്സും പിന്നെ നമുക്കത് ചിലപ്പം ഞാനത് വേർഡ്സ് പറയാത്ത പറഞ്ഞത് കൊണ്ടല്ല, ഈ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് അത് കുറേ പേരോട് പറയുന്ന കേൾക്കാം, മോളെ ഞാൻ നിന്നെയൊക്കെ റിയാക്ട് ചെയ്യാത്തത് എൻ്റെ റിയാക്ഷനിലൂടെ നീ പിന്നെ ഫേമസ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്, നീയൊക്കെ ജീവിച്ച് പോടെ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്.
അപ്പോൾ ഇനി എന്താ വെച്ചാൽ പിന്നെ വൈ ബിക്കോസ് യു ആർ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. കാരണം അത് കുട്ടീനെയും ബാധിക്കും. നീ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടീനെയും കൂടി ബാധിക്കും. പിന്നെ അപ്പോഴേ ഞാനിങ്ങനെ നോട്ട് ചെയ്തുകൊണ്ട് ഉണ്ടായത്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു സംഭവത്തിൽ കലാശിക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ പറയുന്ന ലുട്ടാപ്പിൻ്റെയും കുട്ടൂസൻ്റെ ഒക്കെ പിന്നെ ഫേസ് പുറത്ത് വന്നത് നന്നായി. എന്നാൽ ഇവനൊക്കെ ഇടുന്ന എത്ര ധൈര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പെൺകുട്ടീനൊക്കെ ഇങ്ങനെ അടിക്കാനുള്ള ധൈര്യം ആരാണ് ഇവർ കൊടുത്തത്? റൈറ്റ്സ് ആരാണ് കൊടുത്തത്? എടാ നിനക്കൊക്കെ ആരാണ് ഇത് തരുന്നത്? ഇനി ഇങ്ങനെ കുട്ടികളെ പിന്നെ ഇതുപോലെയുള്ള ടീംസിൻ്റെ ഒക്കെ കൂടെ വിടുന്ന മാതാപിതാക്കളോടാണ് വിടാണ്ടിരിക്കുക. നിങ്ങൾ ഈ അസുഖം വരുന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ബെറ്റർ വരാതെ നോക്കുന്നതാണ് എന്നുള്ളത് പോലെയാണ്. എന്തു തന്നെ ആവട്ടെ, ഇത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ആ കുട്ടീൻ്റെ അക്കൗണ്ടിൽ ചെക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വെരി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. എന്ത് തന്നെയായാലും ഇതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഫസ്മീന, നീ ഒരു പെൺകുട്ടിയല്ലേ? നിന്നെയാണ് ഇപ്പം ഈ പറയുന്ന ഈ പെൺകുട്ടീൻ്റെ ബോയ് ഫ്രണ്ട് നിന്നെയാണ് ഇതുപോലെ ചെയ്തെന്നുണ്ടെങ്കിലോ നീ ചിലപ്പോൾ കരഞ്ഞ് 4 റീൽസ് ഇടുമായിരിക്കും. പിന്നെ താഴെ 4 ക്യാപ്ഷൻ കൊടുക്കുമായിരിക്കും. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട് റേപ്ഡ് മീ എന്നെല്ലാം പറഞ്ഞിട്ട് ഇടുമായിരിക്കും. പിന്നെ പക്ഷെ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. എല്ലാവരും അങ്ങനെയല്ലല്ലോ. പിന്നെ ഒരു പെൺകുട്ടി ആയിരുന്നിട്ട് പോലും നിന്റെ ബോയ് ഫ്രണ്ട് ആ കുട്ടീനെ തല്ലിയത് സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നിന്നെ ഞാൻ ബഹറിൻ ഗേറ്റില്ല, നിനക്ക് ഞാൻ കാണിച്ചു തരാം, എൻ്റെ ലുല്ലീപ്പിനെ നീ അങ്ങനെ ആക്കി, അതാണോ? ഇപ്പം നിനക്കിപ്പോൾ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിലോ, അതിനാണ് നാളെ ഈ അവസ്ഥ വരുന്നതെന്നുണ്ടെങ്കിലോ നീ എന്ത് ചെയ്യും? സാരമില്ല മോളെ, ഞാൻ അന്ന് എൻ്റെ പിന്നെ ബോയ് ഫ്രണ്ടിനെ ഞാനിങ്ങനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ അവനെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കട്ടെ എന്ന് വെച്ച് മിണ്ടാണ്ടിരിക്കുമോ? ഞാൻ ഈ കുട്ടീൻ്റെ ഉമ്മാനെ അമ്മേനെ എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ലൈവ് കാണുന്ന സമയത്ത് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ആ കുട്ടീൻ്റെ അമ്മ എന്ന് പറയുന്നത്. പിന്നെ കാരണം ഇതിനിപ്പം കേസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനാണെന്ന് ലൈവ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഷി വാസ് വിത്ത് ദറ്റ് ഗേൾ. അത് നല്ലൊരു കാരണം ആ കുട്ടീൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് ആ കുട്ടീൻ്റെ അമ്മ എന്ന് പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് എത്ര ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാരും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്ത് വരുമായിരിക്കാം. ഇനിയെങ്കിലും ഭീഷണിയുടെ സ്വരമൊക്കെ ഒന്ന് കുറക്കുക, റെസ്റ്റ് എടുക്കുക, എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നമുക്ക് ഇൻഷാല്ലാ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യുവർ ബേബീനെ നമുക്ക് ഇനിയിപ്പം 5 weeks എന്നല്ലേ പറഞ്ഞത്, സമയമുണ്ട്, കാത്തിരിക്കുക അല്ലേ. Congrats again, Fasmina.